നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ, നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ അനുഗ്രഹീതമായൊരു ശുശ്രൂഷയാണ് ഷാലോം ടെലിവിഷൻ. ഈ ശുശ്രൂഷയിലൂടെ ഒരു പുതിയ പരിപാടി സമാരംഭിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. എൻ്റെ നല്ല അമ്മ എന്നാണ് ഈ സംപ്രേഷണത്തിന് കൊടുത്തിരിക്കുന്ന പേര്. പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിപരമായ വൈകാരികമായ അടുപ്പം, അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഭവങ്ങളുടെ സാക്ഷ്യം. ഈ സംപ്രേഷണം അർത്ഥവത്താകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ എന്ന വികാരം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്ന വഴിവിളക്കാണ്. പരിശുദ്ധ അമ്മയോടുള്ള വൈയക്തികമായിട്ടുള്ള അടുപ്പവും അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളും കൂടിച്ചേരുന്ന ഈ സംപ്രേഷണ പ്രോഗ്രാം ദൈവാനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൻ്റെ അനുഭവവും അനുഗ്രഹം ലഭിക്കാൻ ഈ സംപ്രേഷണം കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് വികാരഭരിതനാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള എൻ്റെ ആത്മബന്ധത്തിൻ്റെ കഥ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവശാസ്ത്രത്തെക്കാൾ കൂടുതൽ ഒരു വൈകാരികമായ പൊക്കിൾക്കുടി ബന്ധത്തിൻ്റെ ജീവശാസ്ത്രമാണ്. ഞാൻ ഒരു വലിയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ്. ഞങ്ങൾ 10 മക്കളാണ്. ഞാൻ 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ അപ്പൻ ആകസ്മികമായിട്ട് മരിക്കുന്നത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠന് 19 വയസ്സ്, എനിക്ക് 2 വയസ്സ്. 2 വയസ്സിന് ഇടയിൽ 10 കുഞ്ഞുങ്ങൾ. എൻ്റെ അമ്മ പലപ്പോഴും അപ്പൻ്റെ ശവസംസ്കാര വേളയിൽ എടുത്ത ഫോട്ടോ കാണിച്ചിട്ട് പറയാറുണ്ട്, എൻ്റെ മടിയിലിരിക്കുന്ന ഈ കൈക്കുഞ്ഞ് നീയാ, നീ ഈ വലുപ്പമാകുമ്പോൾ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ നീ ഒന്ന് ഓർത്തേക്കണം. ചിന്തിച്ച് നോക്കി, 10 പിള്ളേരെ പഠിപ്പിക്കുക, 10 പിള്ളേരെ ഭക്ഷണം നൽകുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ നൽകുക. ഈ കഷ്ടപ്പാടുകളുടെയൊക്കെ വലിയ കാൽവരിയിൽ എൻ്റെ അമ്മ ധൈര്യസമേതം നിൽക്കാൻ അമ്മ എപ്പോഴും പറയുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയെ ഞാൻ പരിചയപ്പെടുന്ന ആദ്യത്തെ എൻ്റെ അനുഭവം അതാണ്. അപ്പൻ ആകസ്മികമായിട്ട് മരിച്ചപ്പോൾ എൻ്റെ അപ്പൻ്റെ സ്വന്തം അച്ഛൻ, അപ്പൻ്റെ അമ്മയുടെ ആങ്ങള യോഹന്നാൻ കരിപ്പേരി, അകലെ എവിടെ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അന്ന് കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളൊന്നുമില്ല. അച്ഛന് ശവസംസ്കാരത്തിന് വരാൻ കഴിഞ്ഞില്ല. ശവസംസ്കാരം കഴിഞ്ഞ് 2 നാൾ കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വരുമ്പോൾ
ഈ 10 പിള്ളങ്ങളെ പിടിച്ച് എൻ്റെ അമ്മ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടപ്പോൾ അച്ഛന് സഹിച്ചില്ല. അമ്മയെ കെട്ടിപ്പിടിച്ച് അച്ഛനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, മോളെ, ഞാനൊരു ദരിദ്രനാണ്, പണമായിട്ട് തന്ന് നിന്നെ സഹായിക്കാനുള്ള കെൽപ്പ് എനിക്കില്ല, ഞാൻ നിനക്കൊരു പോംവഴി പറഞ്ഞു തരാം. അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലതുവശത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇവിടെ ചോദിക്കണം. ഇത് അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത അമ്മയാണ്. കാൽവരിയുടെ താഴെ നിന്ന അമ്മയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ കാൽവരിയിലെ ഈ 10 പിള്ളങ്ങളെ പോറ്റാൻ നിനക്ക് ഈ അമ്മ കൂട്ടിനുണ്ട്. ഈ അമ്മ നിനക്ക് കാവലാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ട് അമ്മയ്ക്ക് പുറത്തൊരു പണിക്ക് ഇറങ്ങാനുള്ള വകുപ്പില്ല. അത് കുടുംബത്തിൻ്റെ മാന്യതയ്ക്ക് കുറവാണ്. കുടുംബത്തിൻ്റെ കുലീനത്വം വിറ്റ് കാശാക്കിയെന്ന് കുടുംബക്കാർ പറയും. അതുകൊണ്ട് കഥകടച്ച് അകത്തും അടുക്കളയിലും എൻ്റെ അമ്മ നടത്തിയ പാടുപീഡകളുടെ ഒരു മഹാഭാരത യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ അമ്മയുടെ തീര് തെളിച്ച അമ്മയുടെ വഴികാട്ടിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ദൈവശാസ്ത്രമോ വിശുദ്ധ ഗ്രന്ഥമോ ഒന്നും അമ്മയ്ക്ക് അറിയാൻ പാടില്ല. അമ്മ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ചോദിച്ചാലേ എല്ലാം കിട്ടും. അമ്മയുടെ റിസർവ് ബാങ്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പടവാണ്. ഞാൻ എപ്പോഴും അമ്മ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ഓർക്കുന്നുണ്ട്. കുഞ്ഞായിരിക്കും അമ്മയുടെ കൂടെ പോയതൊക്കെ എനിക്ക് ഇപ്പം നല്ല ഓർമ്മയുണ്ട്. ഞാൻ തൃശ്ശൂർ പട്ടണത്തിലെ ബസിലിക്ക പള്ളി ഇടവക്കാരനാണ്. പള്ളിയുടെ പിന്നിലെ പടി തുറന്ന പടി വന്ന് മുട്ടുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അത്രയ്ക്ക് സമീപസ്ഥനാണ്. അമ്മ വ്യാകുലമാതാവിൻ്റെ ബസിലിക്ക പള്ളിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ ആ പ്രധാന ബലിപീഠത്തിൻ്റെ മധുബഹായുടെ ഉച്ചിയിലിരിക്കുന്ന പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുസ്വരൂപം, ഈശോയെ മടിയിൽ കിടത്തിയിരിക്കുന്ന അമ്മ, ആ ഈശോയെ കാണിച്ചിട്ട് അമ്മ എപ്പോഴും പറയാറുണ്ട്, മോനെ, ആ മടിയിൽ കിടക്കുന്നത് നീയാ. പണ്ട് ഈശോയെ കിടത്തിയതിന് പകരം ഇന്ന് നമ്മെ കിടത്തുന്നു. അമ്മയോട് ചോദിക്കണം കുഞ്ഞെ, അമ്മ ഒന്നും തരാതിരിക്കില്ല. നീ നല്ല കുഞ്ഞാകാൻ, നന്നായിട്ട് പഠിക്കാൻ, മിടുക്കനാകാൻ, വലിയ ചെക്കനാകുമ്പോൾ നല്ല ചെക്കനാകാൻ അമ്മ ഈശോയെ വളർത്തിയതുപോലെ നിന്നെ വളർത്തും. ഒരുപക്ഷെ ഞാൻ വൈദിക പരിശീലനത്തിൻ്റെയൊക്കെ വേളയിൽ ഒരുപാട് മരിയോളജി പഠിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ ഒരുപാട് ദൈവശാസ്ത്രപരമായിട്ട് ഉൾക്കാഴ്ചകൾ ആഴത്തിലും അഗാധത്തിലും ഒക്കെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും അമ്മയെ ദൈവശാസ്ത്ര ഗവേഷണ ഗ്രന്ഥമായിട്ട് തോന്നിയിട്ടില്ല. അത് വികാരങ്ങളുടെ ഒരു പൊക്കിൾക്കുടി ബന്ധമാണ്. എൻ്റെ കഷ്ടപ്പാടുകളിലൊക്കെ നടുവിലെ എൻ്റെ കുടുംബത്തെ പോറ്റിയ, ഞങ്ങളുടെ വഴികൾക്ക് വിളക്ക് തെളിയിച്ച പരിശുദ്ധ അമ്മ. അതുകൊണ്ട് എപ്പോഴും എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഒരു വേലിയേറ്റമാണ്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ എന്നൊക്കെ ഞാൻ കൈകൂപ്പിയിട്ടുണ്ടോ അന്നൊക്കെ കടപ്പാടുകളുടെ വലിയ കടപ്പത്രവുമായിട്ടാണ്. തന്നതിനോ ഒരിക്കലും നന്ദി പറയാൻ പറ്റാത്ത വിധത്തിൽ. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കഥ പലപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. വീഞ്ഞ് തീർന്നു പോയ ആ വിവാഹ വിരുന്ന്, അതെൻ്റെ ജീവിതത്തിൻ്റെ വിവാഹ വിരുന്നാണ്. അതെൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ കഥയാണ്. അവിടെ ഈശോയുടെ അടുക്കൽ പോയി പറയുന്നൊരമ്മയുണ്ട്, മകനെ അവർക്ക് വീഞ്ഞില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സർവ്വ കണ്ണുനീരുകളിലും ഈശോയുടെ അടുക്കൽ എൻ്റെ അമ്മ കരഞ്ഞപ്പോൾ ആ കണ്ണുനീര് കോരിയെടുത്ത് കൽഭരണികളിൽ നിറച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ് ഞാൻ വിശ്വസിക്കുന്നു.
അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയോടുള്ള ബന്ധം വൈകാരികതകളുടെ ഒരു ബന്ധമാണ്. അതിന് ദൈവശാസ്ത്രത്തിൻ്റെ പിൻബലമോ അതിലെ സഭയുടെ കാഴ്ചപ്പാടുകളുടെ പിന്തുണയൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞായിട്ടാണ്. അപ്പം മരിച്ചപ്പോൾ മടിയിലിരുത്തി എടുത്ത ഫോട്ടോ കാണിച്ച് എന്നെ പഠിപ്പിച്ച അമ്മ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ, ആ അമ്മയുടെ മുൻപിലെ ഒരു കുഞ്ഞായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നതെന്ന് എന്നോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള എൻ്റെ അടുപ്പത്തിൻ്റെ ഒരു വികാരതീവ്രമായിട്ടുള്ളൊരനുഭവം ഞാൻ റോമിലെ ഉപരിപഠനം നടത്തുമ്പോഴുണ്ടായതാണ്. 1985 ജൂലൈ മാസത്തിൽ ഞാൻ ജർമ്മനിക്ക് പോകാൻ ഒരുങ്ങിയതാണ്. ചില തക്കക്കേടുകൾ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ റോമിൽ പെട്ടുപോയി. എനിക്കൊരുപാട് നിരാശയുണ്ടായ ഒരു സന്ദർഭമാണത്. എല്ലാ കൂട്ടുകാരും പോയി, കോളേജിൽ ഞാൻ മാത്രം. ജൂലൈ മാസം 15-ാം തീയതി രാത്രി അത്താഴം കഴിഞ്ഞപ്പോൾ റെക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു ഹാവ് എ ഗുഡ് ന്യൂസ്. എന്നാ വെച്ചാൽ ഞാനാകെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക, ഇനി എന്നാ ഗുഡ് ന്യൂസ്? നാളെ പ്രഭാതത്തിലെ പരിശുദ്ധ പിതാവ് അർപ്പിക്കുന്ന കുർബാനയിലെ പിതാവിൻ്റെ കൂടെ സഹകാർമ്മികനാകാൻ തനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊതിച്ച ഒരു നിമിഷമാണത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്വകാര്യ കപ്പേളയിലെ പരിശുദ്ധ പിതാവിൻ്റെ കൂട്ടത്തിലെ പരിശുദ്ധ കുർബാനയിലെ ജൂലൈ 16-ാം തീയതി ഞാൻ സഹകാർമ്മികനായി. കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് മാതാവിൻ്റെ ഒരു പടവും ഒരു കൊന്തയും സമ്മാനമായിട്ട് തന്നു. എന്നിട്ട് പരിശുദ്ധ പിതാവ് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ലെറ്റ് മേരി ബി ദ മദർ ഓഫ് യുവർ പ്രീസ്റ്റ്ലി അബോർഡ്. നിൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഭവനത്തിലെ പരിശുദ്ധ അമ്മ നിനക്ക് അമ്മയാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനമാണത്. കുരിശിൻ്റെ താഴെ നിന്ന അമ്മയെ നോക്കി ഈശോ പറഞ്ഞ വാക്കുകളാണത്. അമ്മേ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോടും പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ ആ സുവിശേഷത്തിന് മുദ്ര വെച്ചത് ഇപ്രകാരമാണ്. അപ്പോൾ തുടങ്ങി യോഹന്നാൻ അവളെ സ്വഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു. മാർപ്പാപ്പയുടെ വാക്കുകൾ എപ്പോഴും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. കാരണം ഒരു കത്തോലിക്ക പുരോഹിതൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി ഇതാണ്: ആരുടെ വീട്ടിലാണോ അമ്മ കാവലിരിക്കുന്നത്, ആ വീട് കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ ഭവനമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ പ്രവേശിക്കുന്ന 24-ാമത്തെ വയസ്സിലാണ്. 24-ാമത്തെ വയസ്സിൽ എനിക്ക് പട്ടം കിട്ടി. 34 വർഷങ്ങൾ പൂർത്തിയായി. പൗരോഹിത്യം എനിക്ക് സന്തോഷപ്രദമായിരുന്നു. ഒരു പുരോഹിതനായതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ദുഃഖിക്കാൻ ഇടയായിട്ടില്ല. പക്ഷേ പൗരോഹിത്യ ജീവിതത്തിലെ തീക്കനലിലൂടെ നടക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പ്രലോഭനങ്ങൾ കൊണ്ട്, അജപാലന ശുശ്രൂഷയിൽ ചിലപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ട്, ചിലപ്പോൾ സഹോദര വൈദികന്മാരുടെ ആക്ഷേപം കൊണ്ട്, ചിലപ്പോൾ അധികാരികൾ തെറ്റിദ്ധരിച്ച സന്ദർഭങ്ങൾ,
ചിലപ്പോഴെൻ്റെ മനസ്സ് ഞാൻ അർഹിക്കുന്ന അംഗീകാരം എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് പരാതി പറഞ്ഞ സന്ദർഭങ്ങളിൽ എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യത്തിലെ തീക്കനലുകൾ വീഴുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അന്നൊക്കെ ഞാൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർക്കാറുണ്ട്. ലെറ്റ് ബ്ലെസ്സഡ് മദർ ബി ദ മദർ ഓഫ് യുവർ പ്രീസ്റ്റ്ലി അബോർഡ്. പരിശുദ്ധ അമ്മ നിൻ്റെ പൗരോഹിത്യ കുടുംബത്തിൻ്റെ കാവൽക്കാരൻ ആകട്ടെ. ഒരു പുരോഹിതൻ അജപാലന ശുശ്രൂഷയിലും പൗരോഹിത്യത്തിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ അമ്മയുണ്ട്. അമ്മ കലവറ പ്രമാണിയാണ്. കൽഭരണികൾ വക്കുവോളം നിറയ്ക്കുന്ന അമ്മയാണ്. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ എത്ര വലുതാണെന്നും അതാർക്കും മനസ്സിലാകാത്ത ദുഃഖങ്ങൾ ഈ ലോകത്തിൽ ആരെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വൈദികർക്ക് ഒരുപാട് ധ്യാനം പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ്. ധ്യാനവേളയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ അവർ പറയാറുണ്ട്, ഒരു വൈദികൻ്റെ കണ്ണുനീരിൻ്റെ അർത്ഥം വരികൾക്കിടയിൽ വായിക്കാൻ കഴിവുള്ള ഒരേ ഒരു സ്ത്രീ അത് അമ്മയാണ്. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മ, അതുപോലെ തന്നെ ഈശോയ്ക്ക് ജന്മം നൽകിയ അമ്മ. ഞാൻ ഈ അടുത്തിടയിൽ വിശ്രുതമായിട്ടുള്ളൊരു വ്യാഖ്യാനത്തിൽ വായിക്കാനിടയായി, എന്തുകൊണ്ടാണ് യോഹന്നാനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തത്? കർത്താവിന് 12 ശിഷ്യന്മാരുണ്ട്, അതിൽ യൂദാസ് പോകട്ടെ, ബാക്കി 11 പേരില്ല. അമ്മയെ യോഹന്നാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ വ്യാഖ്യാതാവ് പറയുകയാണ്, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിലെ ബ്രഹ്മചാരിയായിട്ടുള്ള ഒരൊറ്റ ശിഷ്യനേ ഉണ്ടായിരുന്നുള്ളൂ. അത് യോഹന്നാൻ മാത്രമാണ്. ഒരു കത്തോലിക്ക പുരോഹിതൻ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ കടന്നു പോകേണ്ട, നീന്തിക്കടക്കേണ്ട കടലുകൾ, കടന്നു പോകേണ്ട തീക്കനലിൻ്റെ വഴിത്താരകൾ, ഒരുപക്ഷെ പ്രലോഭനങ്ങളുടെയൊക്കെ കൊടുങ്കാറ്റിൽ കടപുഴകാതെ കത്തോലിക്ക പുരോഹിതൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ സംരക്ഷണമുണ്ടെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക പൗരോഹിത്യം ഈശോയ്ക്ക് അമ്മ സമ്മാനിച്ച തുന്നലില്ലാത്ത, നെയ്ത്തില്ലാത്ത അങ്കി പോലെയാണ്. ഒരു പുരോഹിതനിടുന്ന കാപ്പ അത് തുന്നുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയോടുള്ള എൻ്റെ അടുപ്പം ദൈവശാസ്ത്രപരമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ പുറത്ത് ജൈവശാസ്ത്രപരമായിട്ടുള്ള പൊക്കിൾക്കുടിയുടെ വികാരനിർഭരമായിട്ടുള്ള ആത്മബന്ധമാണെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് അഭിമാനമുണ്ട്, ആനന്ദമുണ്ട്. 1971 ഞാൻ SLC പാസ്സാകുന്നത്. ഞാൻ അച്ഛനാകുമെന്ന് മിക്കവാറും എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആരോടും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അച്ഛനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്തിയത് എൻ്റെ അമ്മയോടാണ്. എൻ്റെ അമ്മ അന്ന് രാത്രി എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ അവിടെ പോയിട്ട് നിൽക്കുമോ? നിനക്ക് എന്നെ കാണാതെ ജീവിക്കാൻ പറ്റുമോ? നീ സെമിനാരിയിൽ പോയിട്ട് മടങ്ങി വന്നാൽ അത് കുടുംബത്തിന് എത്ര വില മാനക്കേടാണെന്ന് എനിക്കറിയാമോ? അതുകൊണ്ട് നീ നല്ലപോലെ ആലോചിച്ചിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഉറപ്പാണ് ഞാൻ അച്ഛനാകും, ഞാൻ അച്ഛനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ അച്ഛൻ്റെ അടുക്കെ കൊണ്ടുപോയി വികാരിച്ചനോട് പറഞ്ഞു, കൊച്ചന് അച്ഛനാകണം. എനിക്ക് സെമിനറിയിൽ അഡ്മിഷൻ കിട്ടി. ജൂലൈ മാസം 4-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നതിന് തൊട്ട് മുൻപ്
അമ്മ എന്നെ അടുക്കൽ വിളിച്ചു പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. മോനെ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഒരു വൈദികനാകാൻ 10 കൊല്ലത്തെ പരിശീലനം, നീ ആകുന്ന നിലയ്ക്ക് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കണം, വിവാഹം കഴിക്കാതെ. ഒരുപാട് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്, പുതിയ ഭാഷകളുണ്ട്. അമ്മയ്ക്കൊന്നും അറിയാൻ പാടില്ല. നീ നല്ലൊരു അച്ഛനാകാൻ അമ്മ ഒരു കുറുക്കുവഴി നിന്നോട് പറയാം. അത് അമ്മ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയുന്നതാണ്. ഒരു നല്ല അച്ഛനാകാൻ ഈ കൊന്ത ചെല്ലണം. അമ്മ സർവ്വ കഷ്ടപ്പാടുകളിലും നിങ്ങളെ വളർത്തിയത് കൊന്ത ചൊല്ലിയിട്ടാണ്. അമ്മ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു നമസ്കാരമേ ഉള്ളൂ, ഇത് കൊന്ത നമസ്കാരമാണ്. നീ കൊന്ത ചൊല്ലിയാലേ നിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളും. ഒരു വിധത്തിൽ പറഞ്ഞാൽ വൈദികനാകാനുള്ള ആഗ്രഹം കൊണ്ട് എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വൈദികൻ്റെ കടമയിൽപ്പെട്ട പല പ്രാർത്ഥനകളും സഭ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാം, ഞാൻ ഒരിക്കലും കൊന്ത ചൊല്ലാതെ ഒരു ദിവസം വിട്ടിട്ടില്ല. കൊന്ത നമസ്കാരം അതെൻ്റെ ജീവിതത്തിലെ എൻ്റെ വൈദിക വൃത്തിയുടെ ഒരടയാള നക്ഷത്രമാണ്. ഞാനിപ്പോഴും കൊന്ത ചൊല്ലുന്നുണ്ട്. എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. മരിക്കുന്നതിന് തൊട്ട് മുൻപ് അമ്മ എന്നോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ തരേണ്ട മോനെ? ഞാൻ പറഞ്ഞു, അമ്മ മരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ വേണ്ടൂ. അമ്മ ചോദിച്ചു, എന്താടാ അത്? അമ്മ ചൊല്ലുന്ന കറുത്ത കൊന്ത എനിക്ക് തരണം. ആ കല്ലുകൊന്ത അത് അമ്മയുടെ ഓർമ്മയ്ക്ക് എനിക്ക് വേണം. ഒരുപക്ഷെ അമ്മ മരിച്ചിട്ട് ഞാൻ ആകെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് എടുത്ത കൊന്തയാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, കൊന്ത നമസ്കാരം പരിശുദ്ധ അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തുന്ന പാഠപുസ്തകമാണ്. ഈ കേരള സഭ ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പലയിടത്തും സഭ കടപുഴകി വീണുവെന്ന് നമ്മൾ പത്രങ്ങൾ വായിക്കുന്നു, മാധ്യമങ്ങളിലൂടെ അറിയുന്നു. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും സഭ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. ധാരാളം ദൈവവിളികളുണ്ട് വൈദിക വൃത്തിയിലേക്ക്. സമർപ്പിത വിളികൾക്ക് കുറവുണ്ടെങ്കിലും തീർത്തും വറ്റിപ്പോയിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളിലെ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന കൊന്ത നമസ്കാരമാണ്. ഞാൻ ലൂർദിൽ ചെന്നപ്പോൾ പലപ്പോഴും അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കൊന്ത നമസ്കാരത്തിൻ്റെ നടുവിലാണ്. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനും ആരാധനയ്ക്കും ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ത ഉയർത്തിപ്പിടിച്ച് ചൊല്ലുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കൊന്ത നമസ്കാരത്തിൻ്റെ നടുവിലാണ് ലൂർദിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഞാൻ ഫാത്തിമയിൽ പോയിട്ടുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തി. പോർച്ചുഗലിലെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ലൗകായതിയുടെ ഒരു നാടാണ്. പക്ഷെ ഫാത്തിമയിൽ നിങ്ങൾ കാണും, ആ സ്ക്വയറിലെ കനത്ത കരിങ്കൽ പാറ വിരിച്ച ഒട്ടും മൃദുലമല്ലാത്ത ഒരു പ്രതലത്തിലെ മനുഷ്യൻ മുട്ടുകുത്തി ഇഴഞ്ഞ് കൊന്ത ചെല്ലുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. സഭയുടെ സർവ്വ പ്രതിസന്ധികൾക്കും പരിഹാരം കൊന്ത നമസ്കാരമാണ്. പരിശുദ്ധ ജപമാലയിലൂടെ വ്യക്തികൾക്ക് സമാധാനം, കുടുംബങ്ങൾക്ക് സൗഭാഗ്യം, ഇടവക സമൂഹങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി. എനിക്ക് ഷാലോം പ്രേക്ഷകരോട് ഒരു കാര്യം ഖണ്ഡിതമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കിണറുകരയിലെ കർത്താവ് കണ്ടുമുട്ടിയ സമറായക്കാരി സ്ത്രീ കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിൻ്റെ കയ്യിൽ പാളയോ കയറോ ഇല്ല, നീ എങ്ങനെയാണ് നിത്യജീവൻ്റെ ജലം ഞങ്ങൾക്ക് നൽകുക? ഒരിക്കലും ദാഹിക്കാത്ത, കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ഈ ജലം നീ ഞങ്ങൾക്ക് എങ്ങനെയാണ് നൽകുക?
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, കാൽവരിയുടെ താഴെ നിൽക്കുന്ന അമ്മയെ നമുക്ക് നൽകിയത് രക്ഷയുടെ നിധി കോരാൻ പാട്ടയും കയറുമായിട്ടാണ്. ഈ കൊന്ത നമസ്കാരം ചൊല്ലുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം ഇതാണ്: നിത്യതയുടെ അവസാനിക്കാത്ത, അനുഗ്രഹങ്ങളുടെ അവസാനിക്കാത്ത, രക്ഷയുടെ അവസാനിക്കാത്ത യാക്കോബിൻ്റെ കിണറാണ് കർത്താവ്. ആ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കോരിയെടുക്കാൻ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ പാളയും കയറുമാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപങ്ങൾ കോരിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ സംപ്രേഷണം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ, നിങ്ങളുടെ സമൂഹ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോടെ അനുഗ്രഹങ്ങളുടെ ഈ വലിയ ഉപാധി ഉപയോഗിച്ച് ഈശോയുടെ രക്ഷയുടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ.